ഒരുപക്ഷെ ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അരുന്ധതി എന്നു പേരുള്ള ഈ സഹോദരി അവരുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം ജീവിത ചെലവുകൾക്ക് വളരെ ബുദ്ധിമുട്ടിയ ഒരു സാഹചര്യത്തിൽ, അവരുടെ ജീവിത ചെലവുകൾക്ക് വഴിമുട്ടിയ ഒരു സാഹചര്യത്തിൽ അവർ വിധവാ പെൻഷന് വേണ്ടി അപേക്ഷിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി മാസമാണ് അവർ വിധവാ പെൻഷന് വേണ്ടി അപേക്ഷിച്ചത്. പക്ഷേ ഇതുവരെയും അതിന് ഒരു മറുപടി കിട്ടാത്തത് കൊണ്ട് കൗൺസിലറിനെ സമീപിച്ച് അവർ കാര്യങ്ങൾ പറഞ്ഞു. കൗൺസിലർ അത് അന്വേഷിച്ചതിന് ശേഷം ഇവരോട് പറഞ്ഞത് ഇവരുടെ വീട്ടിൽ AC ഉള്ളത് കൊണ്ട് ഇവരുടെ ആപ്ലിക്കേഷൻ നിഷേധിച്ചു എന്നാണ് ആ വ്യക്തി പറഞ്ഞത്. സത്യത്തിൽ ഇവരുടെ വീട്ടിൽ AC മേടിക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് തന്നെ ഇവരുടെ ഭർത്താവ് സുഖമില്ലാതെ കിടന്ന സമയത്ത് അദ്ദേഹത്തിന് ചൂട് വളരെ അധികമായിട്ട് അനുഭവിക്കേണ്ടി വന്നപ്പോൾ അത് സഹിക്കാൻ വയ്യാത്തൊരു സാഹചര്യത്തിലാണ് ആ വീട്ടിൽ ഒരു AC മേടിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ അവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി. അപ്പോൾ AC ആണ് അവർക്ക് പെൻഷൻ കിട്ടാനൊരു തടസ്സമായിട്ട് പറയുന്നത്. ഇവരുടെ ഭവനത്തിൽ ഈ സമയത്ത് അവരുടെ ഭർത്താവിൻ്റെ അമ്മയും ഇവരുടെ മകനും ഈ സഹോദരി അരുന്ധതി എന്നു പേരുള്ള ഈ സഹോദരി, ഇവർ 3 പേര് മാത്രമാണുള്ളത്. ഇവരുടെ ഭർത്താവിൻ്റെ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് കുറേ പണം ഇവർക്ക് ചിലവായി. കുറേ പണം കടമായിട്ട് ഒക്കെ എടുത്താണ് ചികിത്സിച്ചത്. ഭർത്താവ് മരിച്ചതോടുകൂടി ആ ഭവനത്തിൻ്റെ വരുമാനവും നിന്നു. അതുകൊണ്ടാണ് ഇവർ പെൻഷന് വേണ്ടി അപേക്ഷിച്ചത്. സത്യത്തിൽ വിധവയായ ഒരു സ്ത്രീക്ക് കിട്ടേണ്ട ആനുകൂല്യം ഇതുപോലുള്ള ഓരോ കാരണത്താൽ നിഷേധിക്കുക എന്ന് പറയുന്നത് വളരെ അന്യായമായ ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ഒരാളുടെ വീട് നോക്കിക്കൊണ്ടോ ഇല്ലെങ്കിൽ അയാളുടെ വസ്ത്രധാരണം നോക്കിക്കൊണ്ടോ ഒരാളുടെ സാമ്പത്തിക സ്ഥിതി അളക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ വളരെ നല്ല രീതിയിൽ ജീവിച്ച സമയത്തായിരിക്കാം അവർ നല്ലൊരു വീട് വെച്ചത്. ഭർത്താവ് മരിച്ചതോടുകൂടി ആ ഭവനത്തിൻ്റെ വരുമാനം നിലച്ച ഒരു സാഹചര്യത്തിൽ വളരെ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ അവസ്ഥയിലൂടെയാണ് ആ ഭവനം കടന്നു പോകുന്നത്. നമ്മളൊന്ന് ഓർത്തു നോക്കിയാൽ വരുമാനമുള്ള കുടുംബത്തിന് പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഭർത്താവ് മരിച്ചിരിക്കെ വിധവാ പെൻഷൻ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. ഇവർ പറയുന്നത് ഇവരുടെ ബന്ധുക്കളും പിന്നെ കൂട്ടുകാരും അങ്ങനെ അറിയപ്പെട്ട കുറേ ആളുകൾ സഹായിച്ചാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതെന്നാണ് ആ പ്രിയ സഹോദരി ഷെയർ ചെയ്തത്. നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിച്ച് നോക്കിയാൽ വിധവയായ ഒരു സ്ത്രീക്ക് എന്തിനാണ് പെൻഷൻ കൊടുക്കുന്നത്? സത്യത്തിൽ ഒരു സ്ത്രീ വിധവയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആശ്രയം ഇല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സ്രോതസ് അത് അവിടെ കൊണ്ട് നിന്നു പോകുന്നൊരു സാഹചര്യത്തിൽ ഒരുപക്ഷെ മക്കൾ സമ്പന്നരായിരിക്കാം, വിദ്യാസമ്പന്നരായിരിക്കാം, നല്ല നിലയിൽ ജീവിക്കുന്നവരായിരിക്കാം. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ മക്കളെ ബുദ്ധിമുട്ടിക്കാനോ ഇല്ലെങ്കിൽ ഇവരുടെ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ ഒരു അവസരം ഉണ്ടാകാതിരിക്കാൻ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണ്. അതൊരിക്കലും ഒരു വിധവയ്ക്ക് നിഷേധിക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് പല ആനുകൂല്യങ്ങളും പല ആനുകൂല്യങ്ങളും ഗവൺമെൻറ് മുഖാന്തരം ലഭിക്കുന്നുണ്ട്. വിധവാ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, ക്ഷേമനിധി ബോർഡിൻ്റെ പെൻഷൻ, അതുപോലുള്ള ആനുകൂല്യങ്ങളൊന്നും ഒരിക്കലും ആർക്കും നിഷേധിക്കാൻ പാടില്ല. നമുക്കൊരിക്കലും ഒരു വീടിൻ്റെ സാമ്പത്തിക സ്ഥിതി, ഒരു വീടിൻ്റെ അവസ്ഥ, ആ വീടിൻ്റെ പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഒരിക്കലും ആ വീട്ടിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഒരിക്കലും പ്രവചിക്കാൻ പറ്റത്തില്ല. ആ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് മാത്രമേ അവരാ കടന്നു പോകുന്ന അവസ്ഥയെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അരുന്ധതി എന്ന് പറയുന്ന ഈ സഹോദരിക്കും ഇതുപോലെ നീതി നിഷേധിച്ച പല സ്ത്രീകൾ ഉണ്ടായിരിക്കാം. അവർക്കൊക്കെയും നീതി ലഭിക്കട്ടെ. അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഒരു തടസ്സവും കൂടാതെ ലഭിക്കാൻ ഇടയാകട്ടെ.